എല്ലാവർക്കും മിസ്റ്റർ എസ് എം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിയുടെ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മുടെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഞാനൊരു ഷേപ്പാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ വീഡിയോയുടെ ഫുൾ സ്ക്രീനിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാണ്. ആദ്യം തന്നെ ആഡ് എഫക്റ്റിൽ അതറിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ആ എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതേ ഷേപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ട് ആഡ് എഫക്റ്റിൽ കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിലായിട്ട് കാണാൻ കഴിയും കളർ ട്യൂൺ എന്ന്. അത് ആണ് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്ന എഫക്റ്റ്. അത് ആഡ് ചെയ്തതിന് ശേഷം അതിൽ ക്യാപ്ചീനോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആഡ് ചെയ്യേണ്ടത്. അതിൽ പിന്നെ ചേഞ്ചൊന്നും വരുത്താനില്ല. അതിന് ശേഷം ആ ഷേപ്പിൻ്റെ ഓപ്പാസിറ്റി ഒരു 70% ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 78 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യാണ്. അതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം അതൊന്ന് കുറച്ചുകൂടി സൂം ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാണ്. ആദ്യം തന്നെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ആഡ് എഫക്റ്റിൽ കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൽ മുകളിൽ ഏറ്റവും ഫസ്റ്റിലായിട്ട് കാണാൻ കഴിയും ബ്രൈറ്റ്നസ് ഓർ കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ. ആ ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. അത് എഫക്റ്റ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുക. അതിൽ ബ്രൈറ്റ്നസിൻ്റെ കോൺട്രാസ്റ്റിൻ്റെ വാല്യൂ -30% ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും അതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാണ്. അതിനായിട്ട് ആഡ് എഫക്റ്റിൽ കളർ ആൻഡ് ലൈറ്റിൽ തന്നെ സാച്ചുറേഷൻ ഓർ വൈബ്രൻസ് എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ സാച്ചുറേഷൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ആ എഫക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം സാച്ചുറേഷൻ്റെ വാല്യൂ -10° ആയിട്ടാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നത്. -10% ആയിട്ട് സെറ്റ് ചെയ്യുക. അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു ഷേപ്പിലേക്ക് തന്നെ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യാണ്. അതിനായിട്ട് ആഡ് എഫക്റ്റിൽ കളർ ആൻഡ് ലൈറ്റിൽ തന്നെ എക്സ്പോഷർ ഓർ ഗാമ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്യാം. അതിൽ എക്സ്പോഷറിൻ്റെ വാല്യൂ 0.10 ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എഫക്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു ഷേപ്പ് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് അതിൽ കളർ എന്ന് കാണാം. കളർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഷേപ്പ് ആഡ് ചെയ്യാണ്. അതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കുറച്ചുകൂടി സൂം ചെയ്തതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആഡ് എഫക്റ്റിൽ കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. കളർ ആൻഡ് ലൈറ്റിൽ ആണ് എടുക്കേണ്ടത്. കളർ ആൻഡ് ലൈറ്റിൽ സാച്ചുറേഷൻ ഓർ വൈബ്രൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിന് ശേഷമാണ് നമ്മൾ സാച്ചുറേഷൻ ഓർ വൈബ്രൻസിൽ മോണോക്രോം എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് ബ്ലെൻഡിങ്ങിൽ കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളൊരു ഷേപ്പ് കൂടി ആഡ് ചെയ്യാണ്. അതിൻ്റെ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി അതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന നമ്മൾ എല്ലാത്തിലും ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റിൽ ബ്ലറിൽ ഷാർപ്പൻ എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഷാർപ്പൻ എന്ന് പറയുന്ന എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്ത് അതിൽ ഷാർപ്പൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് 0.10 ആയിട്ട് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. ഇതിൽ കുറച്ച് 2-3 ഷേപ്പ് ഇടുന്നതിനുള്ളും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ്. വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 2 വീഡിയോൻ്റെ
ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോയിൽ വന്ന മാറ്റം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള എലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ.